മക്കളെ, ഞാൻ സർവമായ ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ, ആക്ടിങ് ബൈ നിവിൻ പോളി, റിയ ഷിബു, പ്രീതി മുകുന്ദൻ, അതുപോലെ അജു വർഗീസ്. പടം ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഞാനും എൻ്റെ കസിൻ്റെ കുട്ടിയും കൂടെയാണ് ഞാൻ പടം കണ്ടത്. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽ ഗുഡ് മൂവീസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഡയറക്ടേഴ്സിനെ കുറിച്ചൊന്നും അങ്ങനെ അറിയില്ലല്ലോ. ഞാൻ സിനിമ കണ്ടപ്പോൾ ഈ സിനിമയുടെ ഇതേ വൈബുള്ളൊരു സിനിമ ഈ വർഷം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാം ഏകദേശം ക്യാമറ വർക്കും എഡിറ്റിങ്ങും ആക്ടിങ്ങും ഏകദേശം ഇതേ വൈബുള്ള പടം. അത് നമ്മുടെ മോഹൻലാൽ ആക്ട് ചെയ്ത ഹൃദയപൂർവ്വമായിരുന്നു. നോക്കുമ്പോൾ സംഭവം കാര്യം മനസ്സിലായി. അതായത് ഹൃദയപൂർവ്വം ഡയറക്റ്റ് ചെയ്ത സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്, അഖിൽ സത്യൻ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ ആ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഐ റിയലി ലൈക്ക് ദറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിനകത്ത് എല്ലാ സംഭവങ്ങളും, അതായത് മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള എല്ലാ ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ സിനിമകളിനെ പോലെയും അടിപൊളിയായിരുന്നു. അതുപോലെ നിവിൻ പോളിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ആ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അത് നിവിൻ പോളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഹീസ് ആക്ച്വലി ചേഞ്ചിങ് ഇൻ ഹിസ് മൂവീസ്, ഇൻ ദ സെൻസ് വെനെവർ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ മൂപ്പർ ഹീസ് നോട്ട് എ top level actor guy, but in the screen he really delivers. So that's the power of acting, exactly like മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ, ഇയാൾക്കൊരു അക്ഷരസ്ഫുടതയോ ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാനോ കഴിവില്ല. പക്ഷെ സിനിമയിൽ സ്ക്രീനിൽ വരുമ്പോൾ ഹീസ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലെവൽ. അതുപോലെയാണ് എനിക്ക് നിവിൻ പോളിയുടെ ഈ സിനിമയിലെ ആക്ടിങ്ങിനെ കുറിച്ച് തോന്നിയത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ റിയ ഷിബു പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് മായ, പിന്നെ ആ സിനിമയിലുള്ള ദലൂദു പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ഒരു പുതിയ കുട്ടിയാണ് റിയ ഷിബു. അവരുടെ ആക്ടിങ് വളരെ ലൈക്കബിൾ ആയിരുന്നു. ഷീ ഈസ് ആക്ച്വലി നെയിൽഡ് ഇറ്റ്. ഐ മീൻ ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് എക്സ്പീരിയൻസ് വിത്ത്. പിന്നെ പുതിയ പ്രീതി മുകുന്ദൻ, നമ്മുടെ പഴയ തമിഴ് പാട്ടിൽ ആസൈ കൂടെ പറഞ്ഞിട്ടൊരു തമിഴ് പാട്ടുണ്ടായിരുന്നു 3 കൊല്ലം മുമ്പ് ഇറങ്ങിയത്. ആ പാട്ടിലൊക്കെ ആക്ട് ചെയ്ത NIT ട്രിച്ചിൽ പഠിച്ച ഫ്രം ട്രിച്ചി തമിഴ് ഗേൾ പ്രീതി മുകുന്ദൻ. ഷീ ഈസ് ആക്ച്വലി എ വെൽ നോൺ ഡാൻസർ ദെയർ ആൻഡ് ഷീ ഹാവ് ഹ്യൂജ് സ്ക്രീൻ പ്രസൻസ് വിത്ത് ഹെർ ബ്യൂട്ടി. നല്ല സൗന്ദര്യവും അതുപോലെ തന്നെ ഡാൻസിങ്ങും പക്കയായിരുന്നു. പക്ഷേ അതിനകത്ത് ഷീ ഈസ് ജസ്റ്റ് എ പ്ലോട്ട് ഡിവൈസ്. ഇൻഫാക്ട് ഷീ ഡസൻ ഹാവ് മച്ച് ടു ഡു ഹിയർ. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ അജു വർഗീസും അതുപോലെ ഫാമിലിയുടെ കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ബേസിക് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു വണബി ഗിറ്റാറിസ്റ്റ്. ഹീസ് എ ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റ് ഓർ എ അക്കോസ്റ്റിക് ഗിറ്റാറിസ്റ്റ്. ഹി വാണ്ട് ടു ബിക്കം എ മ്യൂസീഷ്യൻ, ബട്ട് ഹീസ് ഓൾസോ എ ബ്രാഹ്മൺ നമ്പൂതിരി character whose family is very rich, doing this നമ്പൂതിരികളുടെ ജോലി ചെയ്ത് ഇൻ്റർനാഷണൽ ലെവൽ റിച്ച് ആണ്, അതുപോലെ വെൽ നോൺ ആണ്. പക്ഷേ ഈവൻ ഈസ് ഓൾസോ അത്തീസ്റ്റ്. ഫോർ സം റീസൺ ഹി ബിക്കെയിം എൻ അത്തീസ്റ്റ്. സോ ഹി ഡസൻ ബിലീവ് ഇൻ എനിത്തിങ്. അതാണ് നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ. ആൻഡ് ഇറ്റ് സ്ലോലി ചേഞ്ച് ഇൻ ടു എ ഡിഫറെൻറ്റ് മൂവി വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണുമ്പോൾ വി ഫീൽ എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. വി ക്യാൻ ഫീൽ ഹാപ്പിനെസ്. ഇറ്റ് ഈസ് വെരി ഫീൽ ഗുഡ് മൂവി. ഐ മീൻ ഇൻ ദ സെൻസ് ഹൃദയപൂർവ്വത്തിനെ പോലെ തന്നെ ഇറ്റ് ഡസൻ ഹാവ് വെരി ചലഞ്ചിങ് സിനാരിയോസ്. ഇറ്റ് ഡെലിവേഴ്സ് ഹാപ്പിനെസ്. ഒരു നമ്മളിപ്പോൾ എക്കോ പോലുള്ള ഒരു സിനിമ കണ്ട്, അല്ലെങ്കിൽ ബാ പോലുള്ളൊരു സിനിമ കണ്ടു, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് കണ്ടു. അതിനൊക്കെ ശേഷം ഇത് കാണുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല.
എന്തിനു പറയുന്നു, ഇതിനകത്ത് വെള്ളമടിച്ച് കൂത്താട്ടി നടക്കുന്ന ഒരു സീൻ കൂടിയില്ല, അല്ലെങ്കിൽ ഒരു ഐ മീൻ വെരി ഗുഡ് ഫീൽ ഗുഡ് മൂവി വിത്ത് കോമഡി ആസ് വെൽ. മീൻ ദ കോമഡി ഇസ് ദ സിറ്റുവേഷണൽ കോമഡി. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരുപാട് വർഷത്തിന് ശേഷം ഉള്ള ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ അഖിൽ സത്യൻ ഇനി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമകൾ എനിക്ക് ഐ വുഡ് ലൈക്ക് ടു സീ ദം ആസ് വെൽ. ഇത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സത്യൻ അന്തിക്കാട് ചെയ്ത സിനിമകളെല്ലാം ഒരേപോലത്തെ സിനിമകളാണെങ്കിലും പിൻഗാമി എന്നൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽ സത്യൻ ഇനി ഈ ഒരു ജാൻറ വിട്ടിട്ട് മൂപ്പരൊരു വേറൊരു ജാൻറ ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സിനിമ ഞാൻ റേറ്റ് ചെയ്യുന്നത് ഒരു 9/10 ആയിട്ടാണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ I like feel good movies very much. So that's about today's video. Peace. Catch you guys on the next one.